ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് വീഡിയോ പഠന പരമ്പരയുടെ 6ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. വചന ശുശ്രൂഷ. മാമോദീസായോടുകൂടി ഈശോ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കുർബാനയിലെ വചന ശുശ്രൂഷ മിശിഹായുടെ പരസ്യ ജീവിതത്തിൽ കൗദാശികമായ പുനരവതരണമാണ്. അന്ന് ശാരീരികമായി അനുഭവപ്പെട്ട ഈശോയുടെ സാന്നിധ്യം ഇപ്പോൾ വചനത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാകണം. യോഹന്നാൻ 1:1 കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവവചന ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്നത് ഭൗമിക ജെറുസലേമിൻ്റെ പ്രതീകമായ ബേമ്മയിലെ ഗാഗുൽത്ത എന്നറിയപ്പെടുന്ന പീഠത്തിൽ വെച്ചാണ്. ത്രൈശുദ്ധ കീർത്തനത്തോടു കൂടിയാണ് വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ശുശ്രൂഷയുടെ ആഹ്വാനമാണിതിലെ ആദ്യ ഭാഗം. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. രണ്ടാം ഭാഗത്ത് പരിശുദ്ധനും ബലവാനും അമർത്യനുമായ ദൈവത്തെ ഏറ്റുപറഞ്ഞ് കരുണയാചിക്കുന്നു. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ എന്നിങ്ങനെ 3 പ്രാവശ്യം പരിശുദ്ധൻ എന്ന പദമുള്ളതുകൊണ്ടാണ് ത്രൈശുദ്ധ കീർത്തനം എന്ന പേരിൽ ഈ സ്തുതിപ്പ് അറിയപ്പെടുന്നത്. മാലാഖമാർ ത്രിയേക ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നു. ഏശയ്യായുടെ അനുഭവമാണ് ഈ കീർത്തനം നമുക്ക് നൽകുന്നത്. ഈശോയുടെ പീഡാനുഭവത്തെയും കൂടി ഇത് ഉൾച്ചേർത്ത് നിൽക്കുന്നു. ഈശോ ഗാഗുൽത്തായിൽ പിടഞ്ഞു മരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിലെ കടന്നുപോയവർ പറയുന്നു, ഈശോ കൊടും പാപി ആയതുകൊണ്ടാണ് കുരിശിലേറ്റപ്പെട്ടതെന്ന്. ആ സമയത്ത് മാലാഖമാർ പാടുകയാണ്: അല്ല, നീ പാപിയല്ല, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അവർ വീണ്ടും പറഞ്ഞു, നീ ബലഹീനനാണ്, നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക. അപ്പോൾ മാലാഖമാർ പാടുകയാണ്: ദൈവമേ, നീ ബലവാനാണ്. പിതാവേ, എൻ്റെ ആത്മാവിനെ നിനക്ക് സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഈശോ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാലാഖമാർ പാടുകയാണ്: ദൈവമേ, നീ അമർത്യനാകുന്നു. ത്രൈശുദ്ധ കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം ശുശ്രൂഷയാണ് ചൊല്ലേണ്ടത്. എന്നാൽ അത് ഗാനരൂപത്തിൽ ആലപിക്കുമ്പോൾ ഗായക സംഘവും ചൊല്ലാറുണ്ട്. സമൂഹം ചൊല്ലേണ്ടതില്ലാത്ത ഭാഗങ്ങൾ വരുമ്പോൾ അവർക്ക് മനസ്സിലേറ്റു ചൊല്ലി ശ്രദ്ധയോടെ കുർബാനയിൽ പങ്കുചേരാം. ത്രൈശുദ്ധ കീർത്തനത്തിൻ്റെ 2ാം ഭാഗം ഗായക സംഘവും സമൂഹവും ഒരുമിച്ചാണ് ചൊല്ലുന്നത്. ത്രൈശുദ്ധ കീർത്തനം 1 കൂടുതൽ പ്രാവശ്യം ചൊല്ലുവാൻ കിട്ടുന്നത് ത്രിയേക ദൈവത്തെ കൂടുതൽ സ്തുതിച്ച് പാടുവാൻ കിട്ടുന്ന അവസരമായി കണക്കാക്കണം. ഗായക സംഘം ക്രോവേന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ ആലപിക്കുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവജനം കുർബാനയ്ക്ക് വരുന്നത്. ഗാനശുശ്രൂഷ ദൈവജനത്തെ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് നയിക്കുന്ന രീതിയിലായിരിക്കണം. കുർബാന പുസ്തകത്തിലുള്ള ഗാനങ്ങൾ പാടുന്നതാണ് ഏറ്റവും അഭികാമ്യം. അടുത്തത് പഴയ നിയമ ലേഖന വായനകൾ. കുർബാനയിൽ ബൈബിളിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് വചന ശുശ്രൂഷ. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമനുസരിച്ച് ഞായറാഴ്ചകളിലും വിശേഷ അവസരങ്ങളിലും 4 വായനകളാണുള്ളത്. ആദ്യത്തെ 2 വായനകൾ പഴയ നിയമഗ്രന്ഥത്തിൻ്റെ പഞ്ചഗ്രന്ഥത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. ഉയർപ്പ് കാലത്തെ ഞായറാഴ്ചകളിൽ 2ാം വായന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. പുതിയ നിയമ വായനകളിൽ ആദ്യത്തേത് ലേഖനങ്ങളിൽ നിന്നാണ്. ലേഖന വായന സമയത്ത് അധ്യായവും വാക്യവും പറയുന്നില്ല, കാരണം ഇതൊരു പ്രഘോഷണമാണ്. ഇവ ലേഖനത്തിലെ മുഴുവൻ ഭാഗങ്ങളെയും സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുക കൂടി ചെയ്യുന്നു. എന്നാൽ ഭവനങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും ധ്യാനങ്ങളിലുമൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ അധ്യായവും വാക്യവും പറയാറുണ്ട്. പഴയ നിയമ വായനയ്ക്ക് മുമ്പ് വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്ന പ്രാർത്ഥന കാർമികൻ ചൊല്ലുന്നു. 1ാം വായനക്കാരൻ
നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇരിക്കുന്നു. സഹോദരനെ നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരനെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവേ ആശീർവദിക്കണമേ. കാർമികൻ കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും കർത്താവിൻ്റെ ആശീർവാദമാണ് ഇവിടെ യാചിക്കുന്നതെന്നും ഇത് വ്യക്തമാക്കുന്നു. പഴയ നിയമ വായനക്കാരനെ ആശീർവദിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നും പുതിയ നിയമ വായനക്കാരനെ ആശീർവദിക്കുമ്പോൾ മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നുമാണ് കാർമികൻ പറയുന്നത്. പഴയ നിയമ വായനകൾക്ക് ശേഷം ദൈവമായ കർത്താവിന് സ്തുതി എന്നും പുതിയ നിയമ വായനകൾക്ക് ശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി എന്നുമാണ് സമൂഹം പറയുന്നത്. പഴയ നിയമവും ലേഖനവും വായിക്കുന്നത് ശുശ്രൂഷയാണെങ്കിലും അവ സ്വർഗത്തിൽ നിന്നുള്ള ദൂതനാലാണ് വായിക്കപ്പെടുന്നത്. അതിനാൽ ശ്രദ്ധയോടെ വേണം അവ ശ്രവിക്കുവാൻ. പഴയ നിയമ വായനകൾ പൂർത്തിയാകുമ്പോൾ ശുശ്രൂഷയുടെ ആഹ്വാനമനുസരിച്ച് സമൂഹം എഴുന്നേൽക്കുകയും അമ്പരമനവരതം ദൈവമഹത്വത്തെ എന്ന ശൂറായ പ്രകീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. ലേഖന വായനയ്ക്ക് മുമ്പ് ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എന്ന പ്രാർത്ഥന കാർമികൻ ചൊല്ലുന്നു. പ്രകീർത്തനമെന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിച്ചുകൊണ്ട് സ്വർഗീയ ഭാഷയിലുള്ള പരിശുദ്ധാരൂപിയുടെ ഗീതമാണ്. ഹല്ലേലൂയായിലൂടെ നമ്മൾ നടത്തുന്ന വിശുദ്ധ ഗ്രന്ഥ വായനകൾക്കൊരുക്കമായിട്ടുള്ള വലിയൊരു സ്തുതിപ്പാണ്, സ്തോത്രഗീതമാണ്, പ്രകീർത്തനമാണത്. പ്രകീർത്തനം പൊതുവായതുകൂടാതെ അതാതു ദിവസത്തെ അഥവാ കാലത്തെ അഥവാ തിരുനാളിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ളത് പ്രോപ്രിയയിൽ നൽകിയിട്ടുണ്ട്. അടുത്തത് സുവിശേഷ വായനയാണ്. കാർമികൻ ശുശ്രൂഷികളോടും ധൂപകലശം കത്തിച്ച തിരികൾ എന്നിവ വഹിക്കുന്നവരോടുമൊപ്പം മദ്ബഹയിൽ പ്രവേശിച്ച് ബലിപീഠത്തിൽ നിന്ന് സുവിശേഷ ഗ്രന്ഥം അഥവാ എവൻഗേലിയോൻ എടുത്ത് ചുംബിച്ച് നെറ്റിവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബേമ്മയിലേക്ക് പ്രദക്ഷിണം ആരംഭിക്കുന്നു. പുരോഹിതൻ എന്ന വ്യക്തിയല്ല, ഉത്ഥിതനായ ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമ്മോട് സംസാരിക്കുവാൻ എഴുന്നള്ളി വരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് കാർമികന്റെ മുഖം വചനഗ്രന്ഥം കൊണ്ട് മറയ്ക്കുന്നത്. തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വളരെ ആഘോഷപൂർവമായി നടത്തപ്പെടുന്ന ഈ പ്രദക്ഷിണം വചനമാകുന്ന കർത്താവിനെ ആഘോഷമായി ജെറുസലേമിലേക്ക് പ്രവേശിപ്പിച്ചതിനെ സൂചിപ്പിക്കുന്നു. സുവിശേഷ വായനയുടെ സമയത്ത് 2 ശുശ്രൂഷികൾ കത്തിച്ച തിരികളുമായി ബേമ്മയുടെ ഇരുവശത്തും നിൽക്കുന്നു. മറ്റൊരു ശുശ്രൂഷി മുമ്പിൽ നിന്ന് ധൂപാർച്ചന നടത്തുന്നു. സുവിശേഷ വായനയ്ക്ക് മുമ്പ് സുവിശേഷ ഗീതം അഥവാ ഹല്ലേലൂയ ഗീതം അഥവാ സുമാറ പാടാറുണ്ട്. സുവിശേഷ സന്ദേശവുമായി വരുന്ന മിശിഹായ്ക്കുള്ള കീർത്തനമാണിത് അർത്ഥമാക്കുന്നത്. കൂടാതെ ഓശാന ഞായറാഴ്ച ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശന സമയത്ത് ജനങ്ങൾ പാടിയ ഗീതത്തെ അനുസ്മരിക്കുന്നു. കാർമികൻ സുവിശേഷ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ച് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് കുരിശാകൃതിയിൽ ആശീർവദിക്കുമ്പോൾ സമൂഹം തലകുനിച്ച് അങ്ങയോടും അങ്ങേ ആത്മാവോടും കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുന്നു. സുവിശേഷ വായനയ്ക്ക് മുമ്പായി വിശുദ്ധ മത്തായി അല്ലെങ്കിൽ വിശുദ്ധ മാർക്കോസ് അല്ലെങ്കിൽ വിശുദ്ധ ലൂക്ക അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം എന്നാണ് കാർമികൻ പറയുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സുവിശേഷം എഴുതിയതാണെങ്കിലും അറിയിക്കുക എന്ന ദൗത്യത്തിന് ഊന്നൽ നൽകുന്നതിന് വേണ്ടിയാണ് അപ്രകാരം പറയുന്നത്. സുവിശേഷ വചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്ന ഈശോയോടുള്ള ആദരം സൂചിപ്പിക്കാനാണ് സുവിശേഷ വായനയുടെ സമയത്ത് ശുശ്രൂഷി ധൂപാർപ്പണം നടത്തുന്നത്.
നമ്മെ സുവിശേഷം അറിയിക്കുന്നത് ഈശോ തന്നെയാണെന്നുള്ള ചിന്തയോടെ ശ്രദ്ധാപൂർവം തീക്ഷ്ണതയോടെ നിന്നു വേണം സുവിശേഷം ശ്രവിക്കുവാൻ. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. മിശിഹ തൻ്റെ ശിഷ്യന്മാർക്ക് വചനം പങ്കുവയ്ക്കുക മാത്രമല്ല, വചനം വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനമായ സുവിശേഷ പ്രസംഗം. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ സുവിശേഷത്തിൽ ഫരിസേയർ വന്ന് ഈശോയോട് ചോദിക്കുന്നു, ഭാര്യയെ ഉപേക്ഷിക്കാമോ? ഈശോ അവരോട് മറുചോദ്യം ചോദിച്ചു, എന്താണ് മോശ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മോചനപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ശ്രദ്ധയോടെ പ്രസംഗം കേൾക്കുകയും അതിൻ്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ബുദ്ധിമാന് സദൃശനായിത്തീരും. സുവിശേഷ വ്യാഖ്യാനങ്ങൾക്ക് ശേഷം കാർമികൻ സുവിശേഷ ഗ്രന്ഥമെടുത്ത് അനാർഭാടമായി ബലിപീഠത്തിലേക്ക് കൊണ്ടുപോയി ബലിപീഠത്തിൻ്റെ ഇടതുവശത്ത് വെക്കുന്നു. ഈശോയെ പടയാളികൾ ഗത്സമൻ തോട്ടത്തിൽ നിന്നും പിടിച്ച് ഒരു കുറ്റവാളിയെ പോലെ പുരോഹിത പ്രമുഖന്മാരുടെ അടുത്തേക്കും പിന്നീട് പീലാത്തോസിൻ്റെ അടുത്തേക്കും കൊണ്ടുപോയതിൻ്റെ പ്രതീകാത്മകത സൂചിപ്പിക്കാനാണ് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത്. അടുത്തത് കാറോസൂസ. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ ദൈവജനം നടത്തുന്ന പ്രഘോഷണ പ്രാർത്ഥനകളാണ് കാറോസൂസകൾ. കാറോസൂസ് എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രഘോഷണം എന്നാണ്. പൊതുവായിട്ടുള്ള കാറോസൂസ സുവിശേഷ വായനാ ഭാഗത്തിന് ശേഷവും കൂടാതെ മാറിവരുന്ന ആരാധനാക്രമകാലമനുസരിച്ചുള്ള കാറോസൂസകളും തിരുനാളുകൾക്കനുസരിച്ചുള്ള കാറോസൂസകളും കുർബാന പുസ്തകത്തിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. കാറോസൂസ സ്വകാര്യ പ്രാർത്ഥനയ്ക്കുള്ള അവസരമല്ല, പക്ഷേ പൊതുനിയോഗങ്ങൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. 2 ഗണം കാറോസൂസകളാണ് കുർബാനയിലുള്ളത്. ആദ്യത്തെ ഗണത്തെ കാറോസൂസ എന്നും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാചനയായ രണ്ടാമത്തെ ഭാഗത്തെ ബാവൂസ അല്ലെങ്കിൽ യാചന എന്നും വിളിക്കുന്നു. ദൈവത്തിൻ്റെ ബലിയിൽ പങ്കുകൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനമായ മനോഭാവം പാപബോധമാണ്. അതുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ ശൈലിയിൽ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ ഗണം കാറോസൂസായുടെ മറുപടി കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്നാണ്. കാറോസൂസായുടെ അവസാനം ശുശ്രൂഷി പറയുന്നു, അതിനു പ്രത്യുത്തരമായി ജനം പറയുന്നു, കാർമികൻ വചനപീഠത്തിൽ നിന്നുകൊണ്ട് കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കൈകൾ വിരിച്ചു പിടിച്ച് ഉയർന്ന സ്വരത്തിൽ ചൊല്ലുന്നു. ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. കുരിശിൽ കിടന്ന ഈശോയുടെ ശാരീരിക നില അനുകരിച്ചുകൊണ്ട് കാർമികൻ ജനത്തിനു വേണ്ടി ദൈവ തിരുമുമ്പിൽ മധ്യസ്ഥനായി നിൽക്കുകയും ജനത്തിന്റെ യാചനകൾ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. കാർമികന്റെ ഈ പ്രാർത്ഥനയ്ക്ക് പകരമായി കാലത്തിനനുസൃതമായും തിരുനാളുകൾക്കനുസരിച്ചും മാറി വരുന്ന പ്രാർത്ഥനകൾ പ്രോപ്രിയയിൽ കൊടുത്തിട്ടുണ്ട്. 6ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 7ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.